الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും അല്ലാഹു തആലയുടെ വിലക്കുകളും ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ, തഖ്വയോടെ മുത്തഖികളായി ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണമെന്ന കാര്യം ഒന്നാമതായി എന്നോടെന്നപോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിച്ച ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇബാദുർ റഹ്മാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ സാന്ദർഭികമായി മറ്റു വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയും അതിൽ ചില കാര്യങ്ങൾ പറയാൻ ബാക്കി നിൽക്കുകയും ചെയ്യാം. ഇബാദുർ റഹ്മാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കരുണാവാരിധിയായ നാഥന്റെ ഇഷ്ടദാസന്മാർ, അവരുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്തെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ അതിലങ്ങനെ പറഞ്ഞു വന്ന് ഇനി നമുക്ക് 2-3 കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അതിലൊന്ന് ഇനിയിപ്പോ ബാക്കി കിടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലാഹു തആല ആ ഇബാദുർ റഹ്മാന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഒരു വിശേഷണമായിട്ട്, അവരുടെ ഒരു ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുള്ളത് വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന. അവർ ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം, റബ്ബിന്റെ, അവരുടെ നാഥന്റെ ആയത്തുകൾ അവർ കേൾപ്പിക്കപ്പെട്ടാൽ, അവരെ ഉത്ബോധിപ്പിച്ചാൽ ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന, അന്ധരും ബധിരരുമായി അവരതിന്മേൽ വീഴുകയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകൾ അഥവാ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കുമ്പോൾ അതിനെ മൈൻഡ് ചെയ്യാതെ, അതിനെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിനോട് സ്വീകരിക്കേണ്ടെന്ന യഥാർത്ഥ സമീപനം സ്വീകരിക്കാതെ അതിനെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവം, ഒരവസ്ഥ, ഒരു സമീപനം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് ഉണ്ടാവുകയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇപ്പൊ വിശുദ്ധ ഖുർആനിനെ അവർ അവഗണിക്കുകയില്ല എന്നർത്ഥം. അത് നമ്മൾ പല രൂപത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞിട്ടും കുറച്ചേ നമുക്കതിന്റെ ഫലം കിട്ടുന്നുള്ളൂ. അപ്പൊ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്, അല്ലെങ്കിൽ നമുക്കത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും, പറയണം നമ്മൾ. കാരണം പറയുമ്പോ കേൾക്കുമ്പോ കുറച്ചെങ്കിലും അങ്ങനെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ പ്രവാചകരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശ്വാസികൾക്ക് ഗുണം ചെയ്യും. അപ്പൊ നമ്മുടെ മനസ്സിൽ ചെറിയ ഈമാനും നമ്മുടെ മനസ്സിൽ ചെറിയ തഖ്വയും ഒക്കെ അവശേഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ഫലം ചെയ്യും. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിനോടുള്ള നമ്മുടെ സമീപനം എന്ത്, വിശുദ്ധ ഖുർആനിനോടുള്ള സമീപനം എന്ത്, വിശുദ്ധ ഖുർആൻ എന്താണ്, ഖുർആൻ നമുക്ക് എന്താണ് എന്നാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഖുർആൻ നമ്മുടെ ഇമാമാണ്.
ആരാണ് നമ്മുടെ ഇമാം? നമ്മൾ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല, ഞാൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കിങ്ങനെ ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടേക്ക്. ഖുർആൻ നമ്മുടെ ഇമാമാണ്. ഖുർആൻ നമ്മുടെ ഇമാമാണെന്ന് നമ്മൾ എപ്പോഴാണ് കേൾക്കണേ? ഇമാം എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമ്മുടെ ലീഡറാണ്, നമ്മളെ ലീഡ് ചെയ്യണം. അതിന് തന്നെയാണ് ഹാദി എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഗൈഡ് തരുന്നു. നിങ്ങൾക്കൊരു ഗൈഡ് ഉണ്ടാവും, ഒരു ഗൈഡൻസും ഉണ്ടാവും. ഈ ഗൈഡും ഗൈഡൻസും നിങ്ങളെ നയിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. എന്താണ് നമ്മളെ ലക്ഷ്യം? നമ്മളെ ലക്ഷ്യം സ്വർഗം. മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? സ്വർഗം. നമ്മൾ എവിടുന്ന വന്നേ? നമ്മൾ സ്വർഗത്തു നിന്നാ വന്ന. തറവാട്ടിലേക്കുള്ള മടക്കം, അതാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ലക്ഷ്യം. തറവാട് ഏതാ? തറവാട് സ്വർഗ. സ്വർഗത്തിലാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പടച്ചത്. അവിടെ നമ്മൾ ജീവിച്ചത്, നമ്മുടെ ഉപ്പയും നമ്മുടെ ഉപ്പാപ്പയും ഉമ്മാമ്മയും ജീവിച്ചത് എവിടെ? സ്വർഗത്തിലാണ്. അവിടുന്ന് പിന്നെ നമ്മളുകൊണ്ട് പോകുന്നതാ ഭൂമിയിലേക്ക്. ഇവിടെ വന്ന് നമ്മൾ പിന്നെ കുറച്ചുകാലം ജീവിച്ച് നമ്മളൊക്കെ തിരിച്ചു പിന്നെ പോവുക. തിരിച്ചു പോകുന്നത് എവിടൊക്കെ ആയിരിക്കണം? ആ സ്വർഗത്തിലേക്കായിരിക്കണം. അപ്പൊ വിട്ടു വന്ന സ്വർഗത്തിലേക്ക്, ഇറങ്ങി പോകുന്ന സ്വർഗത്തിലേക്ക്, നമ്മുടെ തറവാട്ടിലേക്ക് തിരിച്ചു പോകണം നമുക്ക് എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. മറ്റതൊക്കെ തൽക്കാലം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ, ഒരു ഓർമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സ്വപ്നം പോലെ ഇതങ്ങ് മാഞ്ഞു പോകും ജീവിതം. ആ നമ്മുടെ തിരിച്ചുപോക്ക് നമുക്ക് സ്വർഗത്തിലേക്കാവണം. ആ സ്വർഗത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന നിങ്ങളുടെ ഗൈഡ്, നിങ്ങളുടെ ഹാദി, നിങ്ങളുടെ ഹുദ, നിങ്ങളുടെ ഇമാമ്, അത് വിശുദ്ധ ഖുർആനാണ്. വൽ ഖുർആൻ ഇമാമി എന്ന് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? വൽ ഖുർആൻ ഇമാമി പറയുന്നത് കേട്ടിട്ടുണ്ടോ? എവിടെയാണ് കേട്ടെ? നമ്മൾ കേൾക്കുന്നത് സാധാരണ എപ്പോഴാണെന്നറിയോ? മരിച്ചു കിടക്കുന്ന മനുഷ്യനോട് നമ്മളിത് പറയുന്നത്. വൽ ഖുർആൻ ഇമാമി. ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് നമ്മളിത് അങ്ങനെ പറയുന്നില്ല. മരിച്ചു കിടക്കുമ്പോഴേ, മരിച്ചു മറവ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ആചാരമുണ്ട്. നമ്മളെ നാട്ടിലുള്ള ഒരു ആചാരമാണ്, ഹദീസിന്റെയോ ഖുർആന്റെയോ ഒന്നും ഒരു ബിംബലോ ഒരു തെളിവൊന്നും ഇല്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോ ഒന്നും ചെയ്യാത്തൊരു കാര്യം മരിച്ചു മറവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മരിച്ചു മറവ് ചെയ്ത മനുഷ്യന് വേണ്ടി നിങ്ങൾ തസ്ബീത്ത് ചൊല്ലൂന്ന. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വൽഹിമുൽ ജവാദ് എന്ന് പറഞ്ഞ ജവാബ് എന്ന് പറയുന്ന തസ്ബീത്തിന്റെ വാചകങ്ങൾ, ഈ മനുഷ്യന് വേണ്ടി നിങ്ങൾ തസ്ബീത്ത് ചൊല്ലൂ എന്ന് പറഞ്ഞ് മരിച്ച ആൾക്ക് വേണ്ടി. അപ്പൊ ആ തസ്ബീത്ത് ആ സുന്നത്തിൽ, ഹദീസിലും ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിലൊരു ആചാരമുണ്ട്. എന്താന്ന് വെച്ചാൽ തെൽഖീൻ എന്നാ അതിന് പറയണേ. അപ്പൊ ഈ തെൽഖീൻ ഓതിയിട്ട് പിന്നെ മരിച്ച മറവ് ചെയ്ത ആളുടെ അടുത്ത് വന്നിട്ട്, ഖബറിന്റെ അടുത്ത് വന്നിട്ട് ഒരാള് ഉസ്താദ് ഇങ്ങനെ പറയും, ആള് മലക്കുകൾ നിന്റെ അടുത്ത് വരും. ഇദാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാനിൽ കരീമാനിൽ അളീമാനിൽ സായിലാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീർ വഇഖലാക വഅജ്ലസാക വസഅലാക മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമാ ഇമാമുക. പറഞ്ഞു കൊടുക്കണം ഈ പറഞ്ഞ ആളോട്. ഫഖുല്ലഹുമാ ബിലിസാനിൻ ദൽഖിൻ തൽഖിൻ ബിലാ ജസഇൻ വലാ ഖല അല്ലാഹു റബ്ബി വമുഹമ്മദുൻ നബി വൽ ഇസ്ലാമു ദീനി വൽ കഅബത്തു ഖിബ്ലതി വൽ ഖുർആനു ഇമാമി. എന്താ അതിന്റെ ചുരുക്കം? അതിന്റെ ചുരുക്കം എന്താണെന്നറിയോ? നീ എന്റെ അടുത്തപ്പോ രണ്ട് മലക്കുകൾ വരും, അവര് നിന്നെ ഉണർത്തുന്ന എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് അവര് നിന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഇമാമുക. അല്ലെ, നിന്റെ റബ്ബാരാണ്, നിന്റെ പ്രവാചകൻ ആരാണ്, നിന്റെ ഖിബ്ല ഏതാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ ഇമാം ആരാണ്, ഏതാണ് എന്ന് ചോദിക്കുമ്പോ അവരോട് തട്ടും തടവില്ലാതെ മറുപടി കൊടുത്തേക്കണം. അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി വൽ ഇസ്ലാമു ദീനി. അല്ലെ, മരിച്ചടക്കുന്ന ആളിത് കേൾക്കോ? അതല്ല ചോദ്യം. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ഞാൻ ചില സമയത്ത് ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പറയണം, ജീവിച്ചിരിക്കുന്ന മനുഷ്യനോട് പറയണം ബൽ ഖുർആനു ഇമാമി, എന്റെ ഇമാം ഖുർആനാണ്. ഖുർആനാണ് എന്റെ നേതാവ്, എന്നെ ലീഡ് ചെയ്യുന്നതും. മരിച്ചു ഖബറിൽ അടക്കി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കേൾക്കൂ? ഇത് കേട്ടാൽ തന്നെ അതിനപ്പോ ഫലമുണ്ടോ? ഖുർആനിനെ ഇമാമാക്കിയിട്ട് ജീവിക്കാനുള്ള അവസരം പിന്നുണ്ടോ? ജീവിതത്തിൽ ഖുർആൻ ഇമാമാകണം. ജീവിതത്തിൽ ഖുർആൻ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖുർആൻ എന്ന് പറഞ്ഞ ആ സംഗതിയെ തന്നെ പൂർണ്ണമായി അവഗണിച്ചിട്ട് തള്ളിക്കളഞ്ഞിട്ട് അതിനെ മൈൻഡ് ചെയ്യാതെ വിട്ടിട്ട് അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അന്ത്യനാളിൽ ഒരു പരാതിയായിട്ട് അള്ളാഹുവിന്റെ അടുത്ത് പറയും. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയും, എന്ത്? ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. അള്ളാഹുവേ, എന്റെ സമൂഹം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു. ഖുർആനിനെ നമ്മൾ അവഗണിച്ചോ? ഖുർആനിനെ അവഗണിച്ചോ എന്ന ചോദ്യം.
ഖുർആാനിനെ അവഗണിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഖുർആൻ ഇമാം അല്ലാതിരിക്കുന്നിടത്തോളം, ഖുർആനിൽ ഇമാമാക്കിയിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആനെ അവഗണിച്ചിട്ടില്ല. ഖുർആൻ അല്ല നമ്മുടെ ഇമാമെങ്കിൽ നമ്മൾ ഖുർആനിനെ അവഗണിച്ചു. വേറൊരു ഭാഷയിൽ പറയാറുണ്ട്, വൽ ഖുർആൻ ദസ്തൂറുന. അറബിയിലെ ഒരു പ്രസിദ്ധമായ പ്രയോഗമാണ്. പല പണ്ഡിതന്മാരും മഹാന്മാരും പറഞ്ഞിട്ടുള്ള പല പ്രസ്ഥാനങ്ങളും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യം എന്താണെന്നറിയോ? വൽ ഖുർആൻ ദസ്തൂറുന. ഖുർആൻ ഞങ്ങളുടെ ഭരണഘടനയാണെന്ന്. ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു സംഘടനയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടെങ്കിൽ ആ സംഘടന എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ആ ഭരണഘടന പറയും, അതനുസരിച്ച് പ്രവർത്തിക്കണം. രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടെങ്കിൽ ആ രാജ്യം എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ആ ഭരണഘടന പറയും, അതനുസരിച്ച് പ്രവർത്തിക്കണം. അത് ലംഘിച്ചാൽ ആളുകൾ ചോദ്യം ചെയ്യും, ബഹളം ഉണ്ടാവും, ഭരണഘടനാ ലംഘനം. നമുക്കറിയാലോ, വൽ ഖുർആൻ ദസ്തൂറുന. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എന്റെ ഗ്രന്ഥമായ എന്റെ ഭരണഘടനയാകുന്ന ഖുർആൻ പറയും എന്നാണ്. അപ്പൊ അത് ആ അർത്ഥത്തിൽ ഖുർആനെ ഭരണഘടനയായിട്ട് പരിഗണിച്ചിട്ടില്ലേ? ഖുർആനെ അവഗണിച്ചു. ഖുർആനെ ലീഡറായിട്ട് ഇമാമായിട്ട് പരിഗണിച്ചിട്ടില്ലേ? ഖുർആനെ അവഗണിച്ചു. എങ്ങനെ എന്റെ ജനത അല്ലാഹുവേ അർ റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ജനത ഈ ഖുർആനിനെ അവരെ അവഗണിച്ചു എന്ന് അല്ലാഹുവിന്റെ റസൂല് അവിടെ പരാതി പറയും. അപ്പൊ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾ ഖുർആനെ അവഗണിച്ചിട്ടില്ലല്ലോ. ഇതേ നോക്കി എന്തോരം ഭംഗിയിൽ അലങ്കരിച്ച് നമ്മളിങ്ങനെ വെച്ചേക്കണം. എല്ലാ വീടുകളിലുണ്ട്, പള്ളികളിലുണ്ട്. ഞാൻ ചില പള്ളിയിൽ ഒരിക്കൽ ഞാൻ ഒരു പള്ളിയിൽ ചെന്നപ്പോഴേ, ഈ പള്ളിയുടെ വലിയ പള്ളി, ഇതിന്റെ ചുമര് പ്രത്യേക ഒരു അലങ്കാരം പോലെ, ഇതിനൊരു പട്ട കൊടുത്തതുപോലെ തോന്നി പെട്ടെന്ന്. ഇപ്പൊ നോക്കുമ്പോ എന്താണെന്നറിയോ? അത് മുഴുവൻ ഖുർആൻ കൊണ്ട് അലങ്കരിച്ചിരിക്കുക, പള്ളി മുഴുവൻ. അതാരെങ്കിലും ഒന്ന് എടുത്തു നോക്കാറുണ്ടോ, വായിച്ചു നോക്കാറുണ്ടോ എന്നുള്ളത് വേറെ കാര്യമാണ്. ഖുർആനിനെ നമ്മളിങ്ങനെ അലങ്കരിച്ച് ചെറിയ ഖുർആൻ ലോകത്തേറ്റവും, ചെറിയ ഖുർആൻ ലോകത്തേറ്റവും, വലിയ ഖുർആൻ, വലിയ ഭാഷയിൽ എഴുതിയ ഖുർആൻ, വലിയ അങ്ങനെ എഴുതിയ ഖുർആൻ, ഇങ്ങനെ എഴുതിയ ഖുർആൻ, പല രൂപത്തിൽ അല്ലേ? അങ്ങനെ അപ്പൊ നമ്മൾ ഖുർആനിനെ അവഗണിച്ചിട്ടില്ലല്ലോ. ഖുർആൻ ഉണ്ട്, നമുക്ക് വലിയ ബഹുമാനപൂർവ്വം നമ്മൾ ഖുർആനെ കെട്ടിപ്പൊതിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതല്ലല്ലോ ഖുർആൻ. അതല്ലല്ലോ ഖുർആനിനെ ലീഡറാക്കാന്ന് പറഞ്ഞാൽ, അതല്ലല്ലോ ഖുർആനിനെ ഇമാമാക്കാന്ന് പറഞ്ഞ, ഖുർആനിനെ ഭരണഘടനയാക്കാന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും 3 സമീപനങ്ങൾ ഉണ്ടാവും. അഥവാ 3 കാര്യങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടാവണം. 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളാണ്. ഇത് നമ്മുടെ റബ്ബ് നമ്മോട് സംസാരിച്ചതാണ്. നമ്മുടെ രക്ഷിതാവായ നാഥൻ നമ്മോട് സംസാരിച്ചതാ. യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ടുണ്ട്, മനുഷ്യരെ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. സത്യവിശ്വാസികളെ എന്നും മനുഷ്യരെ എന്നും വിളിച്ചിട്ട് നമ്മുടെ നാഥൻ നമ്മോട് സംസാരിച്ചിരിക്കുന്ന ഈ വചനങ്ങളില്ലേ, ഇത് ഒന്ന് വായിക്കാനുള്ള സമയം ജീവിതത്തിൽ നിരന്തരമായിട്ട് നമുക്ക് കിട്ടണം. അഥവാ ഖുർആൻ ഓതുക എന്നാണ് നമ്മളതിന് പറയാം. ഓതുക എന്നുള്ളത് ഒരു പഴയ മലയാളമാണ്, അതിന്റെ പുതിയ മലയാളം വായിക്കുക എന്നാണ്. ഖുർആൻ വായിക്കാനും ഖുർആൻ ഓതാനുമുള്ള ഒരു അവസരം ഇല്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയും കൂടിയാണ്. ഇന്നത്തെ ദിവസം വിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്നു നോക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? എന്തേ സഹോദര പറ്റാതിരുന്നത്? എന്തായിരുന്നു നിങ്ങളെ തിരക്ക്? പറ്റിയിട്ടില്ലാത്ത വല്ലവരും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, എന്തേ ഇന്ന് വിശുദ്ധ ഖുർആൻ എന്ന് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പേജെങ്കിലും 2 പേജെങ്കിലും ഒന്ന് നോക്കി ഓതാൻ, വായിക്കാൻ, അതിലേക്കൊന്ന് നോക്കിയിരിക്കാൻ, നമ്മുടെ റബ്ബിന്റെ നാഥന്റെ വചനങ്ങളൊന്ന് തുറന്നു വെച്ചിട്ടൊന്ന് നോക്കിയിരിക്കാൻ ഈ ദിവസം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ വെള്ളിയാഴ്ച ദിവസം പോലെ ഒന്നും സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ്? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ജനത ഈ ഖുർആനിനെ അവഗണിച്ചു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതിന്റെ ഒന്നാമത്തെ കാര്യം അതാ. ഖുർആൻ റബ്ബിന്റെ വചനങ്ങളാണ്. നമ്മളേറെ സ്നേഹിക്കുന്നവരാ. അത് നമ്മൾ പലരും പറയും, അതൊന്നുമല്ല. ആരാണ് നമ്മളേറെ സ്നേഹിക്കുന്നതെന്നറിയോ? നമ്മുടെ നാഥന. നമ്മൾ പറയും ഭാര്യയാണ് സ്നേഹിക്കണം, ഭർത്താവാ സ്നേഹിക്കണം, ഉമ്മയാണോ വാപ്പയാണോ, ഒന്നുമല്ല. നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും നമ്മുടെ റബ്ബാണ്. നമുക്ക് ഏറ്റവും സ്നേഹം ഉണ്ടാവേണ്ടതും നമ്മുടെ റബ്ബിനോടാണ്. കാരണം അവനാണ് സൃഷ്ടാവ്, അവനാണ് സംരക്ഷകൻ, അവനാണ് പരിപാലകൻ, അവനാണ് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുക്കി തരുന്നത്. അവന്റെ തുണയും തൗഫീഖും ഇല്ലെങ്കിൽ ഉമ്മാക്കും കഴിയില്ല, വാപ്പാക്കും കഴിയില്ല, ഭർത്താവിനും കഴിയില്ല, ഭാര്യക്കും കഴിയില്ല. നമ്മുടെ റബ്ബാണ് നമ്മളെ തീറ്റിപ്പോറ്റുന്നവൻ. അവനാണ് ഖാലിഖ്, അവനാണ് റാസിഖ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നിങ്ങളെ തീറ്റിപ്പോറ്റുന്ന നാഥൻ, നിങ്ങളുടെ സംരക്ഷകൻ, നിങ്ങളുടെ പരിപാലകൻ, നിങ്ങളുടെ ഉടമ, നിങ്ങളുടെ റബ്ബാണ്. ആ റബ്ബിനോടൊപ്പം കടപ്പാടുണ്ടാവില്ലേ? ആ റബ്ബിനോട് സ്നേഹം വേണം. പക്ഷെ ആരോടാ സ്നേഹം ഏറ്റവും കൂടുതൽ?
അത് ചോദിച്ചാൽ നമുക്ക് മറ്റു പലരോടാ സ്നേഹം, പടച്ച റബ്ബിനോടാ സ്നേഹം. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ നാഥൻ, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ നാഥൻ, അവന്റെ വാക്കുകൾ കേൾക്കാൻ, അവന്റെ വചനങ്ങൾ കേൾക്കാൻ നമുക്ക് മടി, അല്ലെങ്കിൽ സമയമില്ല, തിരക്കാണ്. പലതിനും തിരക്കുണ്ട്. മൊബൈലിൽ തോണ്ടാല്ലേ, മൊബൈലിൽ തോന്നുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതൊരു കുറ്റപ്പെടുത്തലായിട്ട് പറയില്ല കേട്ടോ, അതിൽ പോസിറ്റീവായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. എന്താണെന്നറിയോ, നമ്മൾക്ക് പലതും ഇങ്ങനെ കാണും, അതിന്റെ ഇടയ്ക്ക് ഖുർആൻ വരണം, ഒരു ഓത്ത് ഇങ്ങനെ വരണം, ഇടയിൽ ഖുർആൻ വരാൻ കണ്ട ഒരു നേരം അല്ലേ, തട്ടിക്കളയും നമ്മൾ. ആ ഖുർആൻ ഒന്നിങ്ങനെ കേട്ടിട്ടേ, അതൊന്നിങ്ങനെ നോക്കിയാലേ, അതിലൊന്നൊരു മിനിറ്റ് ഇങ്ങനെ നോക്കിയാലേ നിങ്ങൾക്ക് പിന്നെ അടുത്ത് വരുന്ന ഖുർആനായിരിക്കും, പിന്നെ വരുന്ന ഖുർആനായിരിക്കും. പിന്നെ എന്താണോ നിങ്ങളുടെ താല്പര്യം എന്നത് പെട്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടത് തരും. അങ്ങനെയാണല്ലോ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വരുമ്പോഴേ അതിലേക്ക് ഒന്ന് നോക്കി അതൊന്ന് കേട്ട് എന്തെല്ലാം രൂപത്തിലല്ലേ. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാതി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, കലാത്മകമായി പാരായണം ചെയ്യുന്ന ചെറിയ ചെറിയ കൊച്ചു കൊച്ചു റീൽസുകൾ കണ്ടിട്ടില്ലേ? അപ്പൊ അതിലേക്ക് നിങ്ങൾ നോക്കിയാലേ മനസ്സിങ്ങനെ തരളിതമാകും. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത അതാണ്. അപ്പൊ ഖുർആൻ ഇങ്ങനെ നോക്കാം, ഖുർആനിലേക്ക് ഇങ്ങനെ നോക്കാം, ഖുർആൻ ഒന്നിങ്ങനെ കേൾക്കാം, ഖുർആൻ ഒന്നിങ്ങനെ വായിക്കാം. യഖറഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബി. ഖുർആൻ ഓതണം കേട്ടോ, ഖുർആൻ വായിക്കണം കേട്ടോ. കാരണം അന്ത്യനാളിൽ ഈ ഖുർആൻ അത് വായിക്കുന്ന ഓതുന്നവർക്ക് ശഫാഅത്തുമായി, റെക്കമെൻഡുമായി വരുന്നു അള്ളാഹുവിന്റെ അടുത്തേ. മറ്റ് സഹായങ്ങളും തണലുകളൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ ഈ വിശുദ്ധ ഖുർആൻ റെക്കമെൻഡുമായിട്ട് വരും. ഖുർആൻ ഇങ്ങനെ ഓതുന്ന, ഖുർആൻ വായിക്കുന്ന, ഖുർആനുമായി ബന്ധപ്പെട്ട് അതിലിങ്ങനെ ചിന്തിക്കുന്ന ആളുകളില്ലേ, അവരെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞെന്നറിയോ? അൽ മാഹിറു ബിൽ ഖുർആനി മഅസ്സഫറിൽ കിറാമിൽ ബററ, മഅസ്സഫറത്തിൽ കിറാമിൽ ബററ എന്നാണ്. അൽ മാഹിറു ബിൽ ഖുർആൻ, ഖുർആനിലെ വിദഗ്ധൻ. വിദഗ്ധൻ, മാഹിർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നല്ലത് വൈദഗ്ധ്യമുള്ള ആളെന്നാണ്. ഖുർആനിലെ വിദഗ്ധൻ എങ്ങനെയാണ് ആ വൈദഗ്ധ്യം ഉണ്ടാവുക എന്നറിയോ? അത് നന്നായി ഓതാൻ അറിയാം. ഓത്തിങ്ങനെ കേട്ടാൽ അങ്ങനെ നിൽക്കും. അതിന്റെ നിയമങ്ങൾ അറിയാം, അക്ഷരങ്ങൾ അറിയാം, വായിക്കാൻ അറിയാം. അപ്പൊ ഖുർആനിൽ അതിന്റെ ആശയങ്ങൾ അറിയാം. ഖുർആനിൽ വിദഗ്ധനായിട്ടുള്ള ഒരാൾ, അയാളുടെ സ്ഥാനം എവിടെയാണെന്നറിയോ? മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അത്യുന്നതരായ മലക്കുകളോടൊപ്പമാണ് അവരുടെ സ്ഥാനം. മലക്കുകളോടൊപ്പമാണ് ഖുർആനിന്റെ വിദഗ്ധനായ മനുഷ്യന്റെ സ്ഥാനം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? വല്ലദീ യഖറഉൽ ഖുർആന വയതഅതഉ ഫീഹി വഹുവ അലൈഹി ഷാഖുൻ ലഹു അജ്റാൻ. എന്നാൽ ഒരാൾക്ക് ഖുർആൻ നേരെ ഓതാൻ അറിയില്ല, ഓതിയാ തപ്പിത്തടഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുന്നവൻ വഹുവ അലൈഹി ഷാഖുൻ, പക്ഷെ ഖുർആനിനോട് വലിയ സ്നേഹം, ഖുർആൻ ഓതാൻ ആഗ്രഹം. അപ്പൊ തപ്പിത്തടഞ്ഞിട്ടാണ്, പഠിച്ചില്ല ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ മറന്നുപോയി, എന്നാലും അതിങ്ങനെ എടുത്ത് ഇങ്ങനെ, അത് തെറ്റല്ലേ? നമ്മുടെ ഭാഷയിൽ തെറ്റല്ലേ? ഖുർആൻ ഓതാൻ അറിയാതെ ശരിക്കും ഓതാൻ മനസ്സിലാവാതെ തെറ്റല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പറയാ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ലഹു അജ്റാനി, അവന് 2 കൂലിയുണ്ട്. 2 കൂലിയുണ്ട്. തപ്പിത്തടഞ്ഞു ഖുർആൻ ഓതി, അന്നാ ഖുർആൻ പഠിക്കേണ്ട, തപ്പിത്തടഞ്ഞു ഓതി 2 കൂലി വാങ്ങാൻ, അങ്ങനെ നെഗറ്റീവ് അങ്ങോട്ടല്ല ചിന്തിക്കേണ്ടത്. ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് ഖുർആനിനെ അവഗണിക്കാൻ ന്യായമല്ല. എനിക്ക് ഓതാൻ അറിയില്ല, വെറുതെ തുറന്നു വെച്ച് നോക്ക്, വെറുതെ തുറന്നു വെച്ചിരിക്കുക. 2 അക്ഷരം വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്ക്. അലിഫ് ലാം മീം എന്ന് വായിക്ക്. നിങ്ങൾ അലിഫ് ലാം മീം എന്ന് വായിച്ചാൽ, ഓതിയാൽ നിങ്ങൾ ഖുർആനിൽ നിന്ന് 3 അക്ഷരം ഓതി. ഓരോ അക്ഷരത്തിനും നിങ്ങൾക്ക് കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. വലാ ഖുൽ ലക്കും അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. അല്ലാഹുവിന്റെ റസൂൽ പറയാം, അലിഫ് ലാം മീം പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാകുന്ന അർത്ഥമൊന്നും അതിനില്ല. അതിന്റെ അർത്ഥം അല്ലാഹു അഅലം എന്താ അർത്ഥം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന അർത്ഥം പോലും ഇല്ല. അലിഫ് ലാം മീം 3 അക്ഷരം നിങ്ങൾ ഓതി. 3 അക്ഷരം നിങ്ങൾ ഓതിയാൽ 3 അക്ഷരത്തിന്റെ കൂലിയുണ്ട്. അത് ഒരക്ഷരമല്ലെന്ന്. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്. അള്ളാഹ്ക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ ചില കുടുംബക്കാരുണ്ട്. അള്ളാന്റെ കുടുംബക്കാർ ആരാണ്? റസൂലെ, അള്ളാന്റെ കുടുംബക്കാരെന്ന് സ്വഹാബികൾ ചോദിച്ചു. അപ്പൊ അള്ളാന്റെ റസൂല് പറയാ, അള്ളാന്റെ കുടുംബക്കാരെന്ന് പറഞ്ഞാല് ഹും അഹ്ലുൽ ഖുർആനി വഖാസത. അവരില്ലേ ഖുർആന്റെ ആൾക്കാരാണ്. ഖുർആൻ ഓതുന്നു, ഖുർആൻ പഠിക്കുന്നു, ഖുർആൻ വായിക്കുന്നു, ഖുർആൻ മനസ്സിലാക്കുന്നു, കുറച്ചെങ്കിലും ഹിഫ്ളാക്കാൻ വേണ്ടി ശ്രമിക്കും. കുറച്ചെങ്കിലും ഹിഫ്ളാക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ നേരത്തെ ഖുർആൻ എന്ന് ഓതിയതിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് മനസ്സിൽ ചെറുതെങ്കിലും ഒരു സങ്കടം തോന്നുന്നില്ലേ? അങ്ങനെ സങ്കടം തോന്നേണ്ട വേറൊരു കാര്യമാണ്. എന്താണെന്നറിയോ? ഖുർആനിൽ നിന്ന് ഒരായത്തെങ്കിലും നമുക്ക് ഹിഫ്ളാക്കാൻ പറ്റുമോ? ഈ ആഴ്ച ഹിഫ്ളാക്കാൻ പറ്റുമോ? ഖുർആൻ എത്ര വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി. ഖുർആൻ എത്ര സിമ്പിളാണെന്നറിയോ?
ഖുർആനിൽ നിന്ന് കുറച്ചെങ്കിലും ഹിഫ്ളാക്കിയ മനുഷ്യനെ നരകം സ്പർശിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ മനസ്സിൽ ഖുർആനുമായിട്ടുള്ള ഒരു മനുഷ്യനെ നരകയിൽ ഖുർആനിൽ നിന്ന് കുറച്ചെങ്കിലും മനസ്സിലില്ലാത്ത ആളില്ലേ, അവൻ പൊളിഞ്ഞ ഖബർ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഖുർആനില്ലാത്ത ആളെ നമുക്ക് എന്താ ഖുർആനിൽ നിന്ന് അറിയാം? സഹോദരന്മാരെ, നമ്മളെ അവഗണന തന്നെയാണ്. നമുക്ക് പലതും അറിയാം, നമ്മൾ പലതും പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഖുർആൻ മാത്രം നമുക്കറിയില്ല. നല്ല ബുദ്ധിയ, എന്തുമാത്രം വിവരങ്ങൾ ബുദ്ധിയുണ്ടെന്ന ഖുർആൻ അറിയില്ല, ഖുർആൻ വായിക്കാൻ അറിയില്ല. ഇത് അവഗണനയാണെന്ന്, ഇത് അവഗണന തന്നെയാണ്. ഖുർആനിൽ പലതും ഉണ്ട്, പല പാട്ടും നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ ഖുർആനിൽ നിന്ന് നമുക്ക് 2 സൂറത്തല്ലാതെ വേണ്ട ഒരാൾ പറഞ്ഞാൽ ആ 2 സൂറത്ത് കൊണ്ട് നിസ്കരിച്ചു പോകണം. ഏതാണ്? ഒന്ന് കുൽഫുവല്ല എന്ന് പറഞ്ഞില്ലേ, കുൽഹുവല്ല കുട്ടികൾ ചിലരൊക്കെ ഓതുക, ചില കുട്ടികളെ കൊണ്ട് ചോദിച്ചാൽ കുൽഫുവല്ല അന്ന് പഠിച്ചു വെച്ചാൽ കുൽഫുവല്ല തന്നെ എപ്പോഴും. പിന്നെ ഏതാ അറിയുന്ന സൂറത്ത്? ഇന്നാഴത്തേനാക്കൽ കൗസർ. ഈ 2 സൂറത്ത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന നിസ്കാരം. ഇങ്ങനെയാണോ? ഈ 2 സൂറത്താണ് ഖുർആനിലുള്ളത് അല്ലെ? ഖുർആനിൽ ഒരു ദിവസം ഒരായത്ത് പഠിക്കാൻ ശ്രമിച്ചാൽ എത്ര ഒരായത്ത് വൽ ഫജ്ർ ഇന്ന് പഠിക്കും, വലയാലിൻ അശ്ർ നാളെ പഠിക്കും, വശഫ്ഇ വൽ വത്ർ മറ്റന്നാൾ പഠിക്കും, വല്ലൈലി ഇദാ യസ്ർ പിറ്റന്നാ പഠിക്കും അല്ലേ? ഖുർആനിൽ ചെറിയ ചെറിയ ആയത്തുകളിൽ ചെറിയ ചെറിയ സൂറത്ത്, ഒരായത്ത് ഒരു ദിവസം പഠിക്കുന്നു പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് 365 ആയത്ത് പഠിക്കൂലേ? അതൊരു പണിയാണ്. എന്ന് പഠിച്ചത് നാളെ പഠിച്ചും കൂടി കൂട്ടിയെ നോദിപ്പിച്ചു 2 മിനിറ്റ് വരെ. വണ്ടിയിൽ പോകുമ്പോൾ പറ്റൂലേ, എവിടെ ഇരിക്കുമ്പോൾ പറ്റും, നടക്കുമ്പോൾ പറ്റില്ല, കിടക്കുമ്പോൾ പറ്റില്ല, ഇരിക്കുമ്പോൾ ഒക്കെ പറ്റും. മനസ്സുണ്ടെങ്കിൽ നടക്കും, പക്ഷെ മനസ്സില്ല എന്ന് പറഞ്ഞതാണ് അള്ളാഹുവെ എന്റെ ജനതയെ ഖുർആനിനെ അവഗണിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഖുർആനിനെ അവഗണിക്കുന്നവരല്ല വിശ്വാസികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ടവരില്ലേ? വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മൻ വഉംയാന. അന്ധരും ബധിരനുമായിട്ട് ഖുർആനിനെ അവഗണിക്കുന്ന സ്വഭാവം അവർക്കുണ്ടാവില്ല. അവരെ ഖുർആനിലേക്ക് ശ്രദ്ധിക്കും. വൈദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹം. അല്ലേ? ഖുർആൻ ഓതുന്നത് കേട്ടാൽ ശ്രദ്ധിച്ച് കേൾക്കണം, സൈലന്റ് ആയിട്ടിരിക്കണം. അത് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. ലഅല്ലക്കും തുർഹമോ, നിങ്ങൾക്ക് അള്ളാന്റെ റഹ്മത്ത് ഉണ്ടാവും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എപ്പോഴെന്നറിയോ? ഖുർആൻ ഓതുന്നത് കേട്ടാൽ പോലും. എനിക്ക് ഓതാൻ പറ്റുന്നില്ല, നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോവാ, നമുക്ക് യാത്രയാണ്, അപ്പൊ ഖുർആനെ കുറച്ചൊന്ന് ഓതുന്നത് കേട്ടു. ഖുർആൻ ഓതുന്നത് കേട്ടാൽ അത് പുണ്യം. ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ പക്ഷെ എന്തുവാണ്? സൈലന്റ് ആയിരിക്കണം. വണ്ടിയിൽ ഖുർആൻ ഇട്ട് പോകുന്നു, നമ്മൾ വർത്താനം പറയുന്നു. വീട്ടിൽ ഖുർആൻ വെച്ചിരിക്കുന്നു, നമ്മൾ വർത്താനം പറയുന്നു. പരിപാടിക്ക് ഖുർആൻ വെച്ചിരിക്കുന്നു, യോഗത്തിന് ഖുർആൻ വെച്ചിരിക്കുന്നു, നമ്മൾ വർത്താനം പറയുന്നു. അല്ല, അങ്ങനെ വെക്കാൻ പാടില്ല. അത് ഖുർആനിനോടുള്ള അവഗണന. ഖുർആൻ വെച്ചിരിക്കുകയാണ്, നമ്മൾ ഓഡിയോ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വീഡിയോ വെച്ചിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഫൈദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു, ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, സൈലന്റ് ആയിരിക്കണം. സൈലന്റ് ആയിട്ട് അള്ളാന്റെ വചനങ്ങൾ അള്ളാഹ് നമ്മളോട് സംസാരിക്കുകയാണേ, അത് നമ്മൾ കേൾക്കണം. അപ്പൊ ലഅല്ലക്കും തുർഹമൂൻ, അപ്പോഴും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേക്കും. അപ്പൊ ഈ 2 കാര്യം, അതായത് ഒന്ന് ഖുർആനിനോട് ഖുർആന്റെ പാരായണവും, മറ്റൊന്ന് ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാഠമാക്കാനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഖുർആനിനെ അവഗണിച്ചവരായിട്ട് നമ്മൾ മാറും. അങ്ങനെയല്ല, ഖുർആനിനെ അങ്ങനെ അവഗണിക്കുന്നവരല്ല നമ്മൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൽ ഒരു കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്, അടുത്ത ആഴ്ചയ്ക്ക് മാറ്റിവെക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായിട്ട് മാറാം. അള്ളാന്റെ അഹ്ലുകാരെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ആ അഹ്ലുകാർ, അള്ളാന്റെ കുടുംബക്കാരെന്ന് പറഞ്ഞ ആ കുടുംബങ്ങളിൽ ഖുർആനിനെ ചേർത്ത് പിടിച്ച്, മുറുകെ പിടിച്ച്, ഖുർആൻ അനുസരിച്ച് ഖുർആന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, വളരെ ആകാംക്ഷാപൂർവ്വം നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സഹോദരന്മാർ ഗസയിൽ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന, ദുരിതത്തിലും കഷ്ടപ്പാടിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് കുറെ കപ്പലുകൾ, ചെറു കപ്പലുകൾ, ഒരു കാഫിലിയായിട്ട്, ഫ്ലോട്ടില അല്ലെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഇന്നലെ അവിടെ തടഞ്ഞു. 44 ചെറു കപ്പലുകൾ ഉണ്ടായിരുന്നു. സുമൂദ് ഫ്ലോട്ടില എന്നാണ് പറയുന്നത്. സുമൂദ് എന്ന അറബിയിലൊരു വാക്കാണ്.
ധീരമായ ചെറുത്തുനിൽപ്പ്, നിശ്ചയദാർഢ്യത്തോടെയുള്ള ചെറുത്തുനിൽപ്പ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സുമൂദ് ഫ്ലോട്ടില, അങ്ങനെ ഒരു കപ്പൽ. അത് ആരാണെന്നറിയാം? സ്പെയിനിൽ നിന്ന് തുടങ്ങി രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും. നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊന്നുമല്ല, മനുഷ്യത്വമുള്ള മനുഷ്യർ. കാരണം അത്രയും വലിയ ക്രൂരത ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിഞ്ചായിട്ട് മനുഷ്യരെ കൊല്ലുക എന്ന് പറഞ്ഞ പ്രവർത്തനം. അപ്പൊ ആ ഇത്തരം ഈ ഭീകര പ്രവർത്തനത്തിനെതിരെയുള്ള ശബ്ദങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കാം. അത് വലിയൊരു വിജയമായിട്ട് നമ്മൾ മനസ്സിലാക്കാം. മാത്രമല്ല, ഭീകര രാഷ്ട്രത്തെ തള്ളിപ്പറയാനും ഫലസ്തീനിന് ഒരു രാഷ്ട്ര പദവി കൊടുത്തുകൊണ്ട് അംഗീകരിക്കാൻ ഒരുപാട് രാജ്യങ്ങൾ മുമ്പോട്ടുകൊണ്ടിരിക്കാം. ഇപ്പൊ ഇന്നലെ അതിനവിടെ തടഞ്ഞപ്പോ, സുമൂദ് ഫ്ലോട്ടില തടഞ്ഞപ്പോ വലിയ പ്രക്ഷോഭം, രാവും പകലും തെരുവുകളിൽ. ഇവിടെ ഒന്നുമല്ല, നമ്മുടെ അറബി തമ്പുരാക്കന്മാരുടെ അവിടെ ഒന്നല്ല, അവിടെ ഇളകിയ ജയിലിനകത്ത് പോകും. അത് വേറൊരു ലോകം. അത് ദുനിയാവും സുഖവും സൗകര്യങ്ങളും കൊട്ടാരവും സിംഹാസനവും അടിച്ചു, അത് വേറൊരു ലോകം. അവിടെയല്ല ഇവിടെ പറയണത്. അതൊക്കെ പൊളിഞ്ഞു പോകട്ടോ, പൊളിച്ചടുക്കപ്പെടുന്നൊരു സമയത്തിന്റെ മാത്രം പ്രശ്നം കാത്തിരുന്ന് കാണാം. പക്ഷേ ലോകത്ത് മനുഷ്യത്വമുള്ള മറ്റു പലരും, യൂറോപ്പിലും അമേരിക്കൻ നാടുകളിലും സൗത്ത് അമേരിക്കൻ നാടുകളിലും എല്ലായിടത്തും ഒരുപോലെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വികാരം. ഇത് വിജയിക്കും. അക്രമികൾ ഒറ്റപ്പെടും, പരാജയപ്പെടും. സത്യവും സത്യവിശ്വാസികളും വിജയിക്കും. നമുക്ക് കഴിയുന്ന വിധം ഒരു വാക്കുകൊണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ടച്ച് കൊണ്ട്, അഥവാ ഒരു സത്യത്തിന് വേണ്ടിയുള്ള ശബ്ദത്തെക്കുറിച്ച് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അതൊന്ന് തൊട്ടാൽ അതിനൊരു ലൈക്ക് അല്ലെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലും നിങ്ങളുടെ വരിക്കാരായിട്ട് നിങ്ങളുടെ കൂടെയുള്ള 10,000ങ്ങളിലേക്ക് അത് പോകും. അങ്ങനെയാണ് ഈ വേവ് ഇങ്ങനെ ഉണ്ടായി വന്നത്. സുമൂദ് വേവ് എന്നാണല്ലോ പറയുന്നത്. ഈ വേവ് എങ്ങനെ, ഈ തരംഗങ്ങൾ ഇങ്ങനെ ഉണ്ടായത്, ഈ തിരമാലകൾ ഇങ്ങനെ ഉണ്ടായി വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ മനുഷ്യരിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ടാണ്. അപ്പൊ നമ്മളായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കരുത്. ലോകം വലിയ ഒരു സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. ലോകത്തെ മനുഷ്യത്വമുള്ള മനുഷ്യരും നമ്മളതിന്റെ ഭാഗമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ പോരാട്ടം വിജയിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തിനും സത്യവിശ്വാസികൾക്കും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കണേ തമ്പുരാനെ. സത്യത്തെ അനുഗ്രഹിക്കണേ, സത്യവിശ്വാസികളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. സത്യത്തിന് വിജയം നൽകണേ തമ്പുരാനെ. സത്യനിഷേധികളെയും അക്രമികളെയും പരാജയപ്പെടുത്തണേ തമ്പുരാനെ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തം കുടിക്കുന്ന പിശാചുക്കളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. സത്യവിശ്വാസികൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഈമാനും തഖ്വയും നൽകണേ തമ്പുരാനെ. വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് ഖുർആന്റെ അഹ്ലുകാരായിട്ട് ജീവിച്ചു മരിക്കാൻ, അങ്ങനെ നിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ നാഥ. മരണപ്പെട്ടു പോയവർക്കും അവസരത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. പടച്ചവനെ, പ്രിയപ്പെട്ടവർ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാളുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ പ്രധാനപ്പെട്ടൊരു, നമ്മുടെ ശാന്തപുരം കോളേജിലൊക്കെ ഉണ്ടായിരുന്ന, അതുപോലെ തന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വലിയ സേവനങ്ങൾ നൽകിയിരുന്ന, നമ്മുടെ വിദ്യാഭ്യാസ മദ്രസ സംവിധാനങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യനായ മുഹമ്മദ് അലി സാഹിബ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടിരുന്നു. ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ഓർക്കാൻ മറന്നുപോയി, അഥവാ വിട്ടുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് അലി സാഹിബിന്, അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട്ടു പിരിഞ്ഞുപോയ നമ്മുടെ സഹോദരന്മാർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മയും അള്ളാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا خالق الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.